ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തേതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ സ്ലീവൊക്കെ തികയാതെയൊക്കെ വരുമ്പോൾ, നമുക്ക് ലെങ്ത്ത് ഇല്ലാതെയൊക്കെ വരുമ്പോൾ സ്ലീവിനെ എങ്ങനെ ലെങ്ത്ത് കൂട്ടിയെടുക്കാം എന്നതൊരു നല്ല വെട്ട് കഷ്ണം നമ്മൾ ജോയിൻ ചെയ്ത പോലെ അല്ലാതെ നല്ല രീതിയിൽ എങ്ങനെ സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഡ്രസ്സ് കട്ട് ചെയ്ത് ബാക്കി കിട്ടിയിട്ടുള്ള തുണിയിൽ നിന്നൊന്ന് അളവുകളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഷോൾഡർ ലെങ്ത്ത് കൊടുത്ത സെയിം തന്നെ, അല്ലെങ്കിൽ ആം ഹോളിൻ്റെ ലെങ്ത്ത് കൊടുത്ത സെയിം 6.5 ഇഞ്ച് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്ക് അവിടെ നിന്ന് താഴേക്ക് ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്ത്, സാധാരണ സ്ലീവിന് മാർക്ക് ചെയ്യുന്ന അളവുകളൊക്കെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഒരു 2 ഇഞ്ച് ഇങ്ങനെ ഒന്ന് നീക്കി ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് നമ്മൾ ക്യാപ്പ് ഹൈറ്റ് വരച്ചില്ലേ, ആ ലൈനിലേക്ക് ഇതേപോലെ ഷേപ്പിലൊന്ന്, നമ്മൾ സ്ലീവിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ അതിലൊന്ന് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇത്രയും വരെ നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത്ത് ആയിട്ടുള്ളൂ. നമുക്ക് തയ്യൽ തുമ്പും കൂടി ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ച് ഇതേപോലെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുക. നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് എത്ര വരെ കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഇത് 13-14 കാണിക്കുന്നുണ്ടെങ്കിലും അത്രയും ലെങ്ത്ത് നമുക്ക് സ്ലീവിന് കിട്ടില്ല. സ്ലീവിൻ്റെ ലൂസ്, കൈ ലൂസ് നമുക്ക് 5.5 ഇഞ്ച് വേണം. തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 6.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ആ 6.5 ഇഞ്ച് എവിടെയാണോ കിട്ടുന്നത് ടേപ്പ് ഇതേപോലെ ഒന്ന് കയറ്റി വെച്ചിട്ട് നോക്കുക. എന്നിട്ട് ആ 6.5 ഇഞ്ച് കിട്ടുന്ന പോയിൻറ്റിൽ നമുക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇനി നമുക്കിതിൽ കറക്റ്റ് നമ്മുടെ കൈ ലൂസ് 5.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്ത പോയിൻറ്റില്ലേ, ആ പോയിൻറ്റിലേക്ക് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് കുഴിച്ചൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. നമുക്ക് ആ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടില്ല, 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇതേപോലെ എക്സ്ട്രാ ഒന്ന് വരച്ച് കൊടുക്കുക. ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വരച്ചിട്ടില്ല, അപ്പോൾ അതും കൂടി ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കാം. ഇവിടെ നിന്നൊരു 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വരക്കുന്നതിൻ്റെ ആ ഷേപ്പ് കറക്റ്റ് അറിയാൻ പാടില്ലാത്ത ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോട്ടോ. അതെങ്ങനെ ഷേപ്പ് കറക്റ്റായിട്ട് വരക്കാൻ എന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇടാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ലൈനിലൂടെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ സ്ലീവ് കട്ട് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന പീസ് ഉണ്ടല്ലോ, ആ പീസിന് താഴത്തെ ഭാഗത്ത് വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഗ്യാപ്പിലേക്ക് നമുക്ക് ഇതേപോലുള്ളൊരു ലേസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ആം ഹോൾ 1/2 ഇഞ്ച് കുഴിച്ച് വരച്ചതും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഈ സ്ലീവിൻ്റെ ലെങ്ത്ത് കിട്ടിയത് 12 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഈ 4 ഇഞ്ച് വീതിയുള്ള എക്സ്ട്രാ ഒരു പീസും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി തമ്മിൽ ഇതേപോലെ കൂട്ടിയെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ ലേസ് വെച്ച് കൊടുക്കാം. സ്ലീവിൻ്റെ ഈ നല്ല വശത്ത് നമുക്ക് ലേസിൻ്റെ ചീത്തവശം, ലേസിന് ചീത്തവശമൊക്കെ ഉണ്ട്, നമുക്കത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ നല്ല വശത്ത് നമുക്ക് ഈ ലേസ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഈ സിഗ്സാക്ക് ആയിട്ടുള്ള ഭാഗമല്ലേ, ത്രികോണ എന്നുള്ള ഭാഗം, ആ ഭാഗം മുകളിലേക്കായിട്ട് വേണം, മുകളിലേക്ക് ഇങ്ങനെ ഇതേപോലെ വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ലേസിൻ്റെ വക്കും സ്ലീവിൻ്റെ വക്കും ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എക്സ്ട്രാ എടുത്ത പീസ് ഉണ്ടല്ലോ, അതിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും തമ്മിൽ ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഈ ലേസിൻ്റെ മുകളിൽ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ നല്ല വശത്തേക്കൊന്ന് മറിച്ചിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിങ്ങനെ എക്സ്ട്രാ നിൽക്കുന്ന പീസ് ഉണ്ടല്ലോ, ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലീവ് ഇതേപോലെ ഒന്ന് ഒപ്പം മടക്കിയിട്ട് നമുക്ക് നമ്മുടെ കൈ ലൂസ് വേണ്ടത് 5.5 ഇഞ്ചല്ലേ, പ്ലസ് തയ്യൽ തുമ്പൂടിയും കൂട്ടിയിട്ട് 6.5 ഇഞ്ചിൽ നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ച് കൊടുക്കുക. എന്നിട്ട് വരച്ച ലൈനിലൂടെ ഒന്ന് എക്സ്ട്രാ ഉള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ അത് നോക്കിയേ, നമ്മൾ ഈ സ്ലീവിൽ ജോയിൻ ചെയ്തെടുത്തതാണെന്നില്ല, പക്ഷേ അതിനേക്കാളും നല്ല നീറ്റായിട്ട് നല്ലൊരു സ്ലീവ് തന്നെ ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവിലത്തെ എക്സ്ട്രാ ഉള്ള ഭാഗവും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. തയ്യൽ തുമ്പ് അടക്കമുള്ള അളവ് മാർക്ക് ചെയ്തിട്ട് നമുക്കിതിലേക്കൊന്ന് ചെരിച്ച് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തന്നെ 2 സ്ലീവ് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഈ സ്ലീവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു മെത്തേഡ് തന്നെയാണ്, നിങ്ങൾ പലരും ചെയ്യാറുണ്ടാവും. എന്നാലും ഇതറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്ലീവ് ചെയ്തപ്പോൾ വീഡിയോ ആക്കി ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ.